ഹായ് എവ്രി വൺ, വെൽക്കം ടു തസ്നീസ് വേ. അപ്പോൾ ടൈറ്റിലും തംബ്നെയിലൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും ഞാൻ ഇത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത് ഓണാഘോഷ പരിപാടിയുടെ വ്ളോഗാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഓണാഘോഷ പരിപാടിയുടെ തലേ ദിവസം രാത്രിയിൽ ചെയ്യുന്ന കുറച്ച് പ്രിപ്പറേഷൻസ് ആണ്. നമുക്കറിയാം, പൂക്കളമാണ് മെയിൻ ആയിട്ടുള്ള സാധനം. അപ്പോൾ അതിലേക്ക് വേണ്ട പൂ കാര്യങ്ങളൊക്കെ സെറ്റാക്കുക, ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെക്കറേഷൻ കമ്മിറ്റിയിലുള്ളവരെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. കാരണം അവരുടെ എഫേർട്ടാണ് ഇന്നത്തെ ആ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത്. അത്രത്തോളം ഡെക്കറേഷൻ വർക്ക്സ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പക്കായിട്ട് എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് പരിപാടിയിൽ കാണാനും കഴിയും. അപ്പോൾ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഡേ ഇതാ കിടക്കുന്നുണ്ട്, നമ്മുടെ പൂക്കളം എങ്ങനെയുണ്ട്? നമ്മുടെ അടിപൊളിയല്ലേ? അപ്പോൾ ഇനി കലാപരിപാടികളൊക്കെ കാണിക്കുന്നതിന് മുന്നേ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അണിഞ്ഞൊരുങ്ങി വന്നാൽ എന്തായാലും ഫോട്ടോ എടുക്കണമല്ലോ. ഇത് നമ്മുടെ DA1 ആണ്. DA1 ഞങ്ങളെ സാരി കുടിപ്പിച്ച് നമ്മുടെ തനി നാടൻ കേരള ലുക്കിൽ ആക്കിയിട്ടുണ്ട്. കളിച്ചോ ചേട്ടാ, ഞാൻ താക്കോലി ഊരിട്ടില്ല. അവസാനം വരെ നമ്മുടെ പ്രോഗ്രാമിന്റെ അവസാനം വരെ എനർജി ഉണ്ടാകണം. ഓക്കെ, അപ്പോ അങ്ങനെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടോ. ആദ്യം തന്നെ നമ്മുടെ തിരുവാതിരയൊക്കെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉച്ച സമയമൊക്കെ ആയപ്പോൾ നമുക്ക് പായസവും ബോളിയും കിട്ടി കഴിക്കാനായിട്ട്. ഫുഡ് കമ്മിറ്റിയുടെ അറേഞ്ച്മെൻറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ നമുക്ക് നല്ല ചൂടോടെ പായസവും ബോളിയും കഴിക്കാൻ കിട്ടി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പായസവും ബോളിയും കൂടെ ചേർത്ത് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നന്നായിട്ട്. പൊതുവേ സ്വീറ്റ് ലവർ ആയതുകൊണ്ട് എനിക്ക് മധുരത്തോട് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ബോളിയും പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ പിന്നെ നമ്മൾ ഗെയിംസ് തുടങ്ങിട്ടോ. ഓണം ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. സുന്ദരിക്ക് പൊട്ടുതൊടലാണ് എല്ലാവിടെയും നടക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ സുന്ദരിന് പൊട്ടുതൊടലാണ് ഇപ്രാവശ്യം നടത്തിയത്. അങ്ങനെ നമ്മുടെ ഷാറുഖ് ഖാൻ ഇവിടെ റെഡിയായി നിൽക്കുകയാണ് പൊട്ടുതൊടാൻ വേണ്ടിയിട്ട്. ഷാറുഖ് ഖാനൊക്കെ അറിയുന്നുണ്ടോ? അങ്ങനെ നമ്മൾ നമ്മുടെ പരിപാടികൾ ഉഷാറാക്കാൻ വേണ്ടി അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇത് നടത്തി. അപ്പോൾ ആദ്യം നമ്മുടെ സീനിയർ ജെയ്സൺ ചേട്ടനെ കൊണ്ടാണ് നമ്മൾ പൊട്ട് തൊടിപ്പിക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് പോകുന്നുണ്ട്. പൊട്ടന്റെ If you are easy to
చిన్నగా పోతుంటావో చిన్నగా పోతుంటావో പാടണ പാട്ടുണ്ടാകേ ആ നാട്ടിൽ കടലുണ്ടാകേ മൺവഴിയിൽ മനമുണ്ടാകേ മരമൂട്ടിൽ കളിതിരി പറയാൻ ചെങ്ങാതികൾ തോറുണ്ടാകേ നല്ല മഴ പെയ്തുണ്ടാകേ നരകത്തിൽ ചൂടില്ലാതെ തീവെട്ടി കരമില്ലാതെ തിന്നണമൊന്നും വിഷമല്ലാതെ Thank you.